മൈമെന്റർ PSC ആപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആവേശകരമായ ഒരു അധ്യായത്തിലേക്കാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കഥയിലേക്ക്. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്. രാജാവിന് പോലും ഒരു വിലയുമില്ലാത്ത പ്രമാണിമാരും തീരാത്ത ആഭ്യന്തര കലഹങ്ങളും അങ്ങനെ തകർച്ചയുടെ വക്കിലായിരുന്ന വേണാട് എന്ന ആ കൊച്ചു രാജ്യം എങ്ങനെയാണ് മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ തിരുവിതാംകൂർ എന്ന ഒരു വൻ ശക്തിയായി മാറിയത്? മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വരുമ്പോൾ വേണാടിന്റെ അവസ്ഥ ശരിക്കും ദയനീയമായിരുന്നു. അതായത് രാജാവുണ്ടെന്നേയുള്ളൂ, ഒരധികാരവുമില്ല. ഓരോരോ പ്രദേശവും ഭരിക്കുന്നത് അവിടുത്തെ പ്രമാണിമാരാണ്. അദ്ദേഹത്തിന് നേരെ നിന്ന ഏറ്റവും വലിയ തലവേദന അതായിരുന്നു 8 വീട്ടിൽ പിള്ളമാർ എന്നറിയപ്പെട്ടിരുന്ന 8 ശക്തരായ പ്രഭുകുടുംബങ്ങൾ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സ്വത്തുക്കളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ഇവർക്ക് രാജാവിനേക്കാൾ വലിയ അധികാരവും സ്വാധീനവുമാണുണ്ടായിരുന്നത്. അവരെ നിലക്ക് നിർത്താതെ മാർത്താണ്ഡവർമ്മയ്ക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയില്ലായിരുന്നു. ഇവിടെയാണ് മാർത്താണ്ഡവർമ്മയുടെ ബുദ്ധി നമ്മൾ കാണുന്നത്. അദ്ദേഹം വളരെ പ്ലാൻ ചെയ്താണ് കാര്യങ്ങൾ നീക്കിയത്. ഒരു 3 സ്റ്റെപ്പ് സ്ട്രാറ്റജിയായിരുന്നു അത്. ഒന്നാമതായി 1723 ഇംഗ്ലീഷുകാരുമായി ഒരു സഖ്യമുണ്ടാക്കി. അതൊരു വലിയ നീക്കമായിരുന്നു. രണ്ടാമത് 1726 മധുരമായിക്കന്മാരിൽ നിന്ന് സൈനിക സഹായം ഉറപ്പിച്ചു. അപ്പോൾ പുറത്തുനിന്നുള്ള സപ്പോർട്ട് സെറ്റായി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, തന്റെ വിശ്വസ്തനായ കമാൻഡർ രാമയ്യൻ ദളവയുടെ സഹായത്തോടെ ഈ പുതിയ കരുത്തെല്ലാം ഉപയോഗിച്ച് രാജ്യത്തിനകത്തെ പ്രധാന ശത്രുക്കളായ 8 വീട്ടിൽ പിള്ളമാരെ പൂർണ്ണമായും ഇല്ലാതാക്കി. അതോടെ രാജ്യത്തിന്റെ കൺട്രോൾ മുഴുവൻ കയ്യിലായി. അപ്പോൾ രാജ്യത്തിനകത്തെ പ്രശ്നങ്ങളെല്ലാം ഒരുവിധം ഒതുക്കി. ഇനി അടുത്ത വെല്ലുവിളി വരുന്നത് പുറത്തുനിന്നാണ്. അതും ഒരു ചെറിയ മീനല്ല, ഒരു യൂറോപ്യൻ ശക്തി, ഡച്ചുകാർ. തിരുവിതാംകൂറിന്റെ ഈ വളർച്ച അവരുടെ കച്ചവടത്തിന് വലിയ പാരയാകുമെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു. യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണെന്ന് നോക്കാം. 1731 തിരുവിതാംകൂർ കൊല്ലം തുറമുഖം പിടിച്ചെടുത്തു. അതൊരു തന്ത്രപ്രധാനമായ സ്ഥലമായിരുന്നു. പിന്നെ 1734 കായംകുളവും കീഴടക്കി. ഓരോ നീക്കവും ഡച്ചുകാരെ ശരിക്കും പ്രകോപിപ്പിച്ചു. അവരുടെ കുരുമുളക് കച്ചവടത്തിനൊക്കെ ഇത് വലിയ തിരിച്ചടിയായി. പക്ഷെ ശരിക്കും പ്രശ്നം ആളിക്കത്തിയത് കൊട്ടാരക്കരയുടെ, അതായത് ഇളയടത്ത് സ്വരൂപത്തിന്റെ പിന്തുടർച്ചാവകാശ കാര്യത്തിൽ മാർത്താണ്ഡവർമ്മ ഇടപെട്ടപ്പോഴാണ്. ഇത് ഡച്ചുകാരെ ശരിക്കും ചൊടിപ്പിച്ചു. ഡച്ച് ഗവർണർ വാൻ ഇംഹോഫ് തിരുവിതാംകൂറിനെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ആ ഭീഷണിയാണ് ചരിത്രപ്രസിദ്ധമായ കുളച്ചൽ യുദ്ധത്തിന് വഴിവെച്ചത്. 1741 ഓഗസ്റ്റ് 10. ഇതൊരു സാധാരണ ദിവസമല്ല. ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഒരു ടേണിംഗ് പോയിന്റാണ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ നാട്ടുസൈന്യം അന്നത്തെ പ്രബലരായ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പരാജയപ്പെടുത്തി. ഒരു ഇന്ത്യൻ രാജ്യം ഒരു യൂറോപ്യൻ ശക്തിയെ യുദ്ധത്തിൽ പൂർണ്ണമായി തോൽപ്പിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആധിപത്യത്തിന് കിട്ടിയ ആദ്യത്തെ വലിയ അടിയായിരുന്നു അത്. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ഡച്ച് സൈന്യാധിപൻ ഡിലനോയിയെ മാർത്താണ്ഡവർമ്മ കൊന്നില്ല. പകരം അദ്ദേഹത്തിന്റെ കഴിവ് മനസ്സിലാക്കി തിരുവിതാംകൂർ സൈന്യത്തിന്റെ തലവനാക്കി. വലിയ കപ്പിത്താൻ എന്നൊരു പേരും കൊടുത്തു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇന്നലെ വരെ നിങ്ങളെ കൊല്ലാൻ വന്ന ശത്രു നാളെ മുതൽ നിങ്ങളുടെ സൈന്യത്തിന്റെ തലവൻ. മാർത്താണ്ഡവർമ്മയുടെ ദീർഘവീക്ഷണത്തിന് ഇതിലും വലിയ തെളിവ് വേണോ? കുളച്ചൽ യുദ്ധം കഴിഞ്ഞെങ്കിലും ഡച്ചുകാരുമായുള്ള ചെറിയ ചെറിയ ഉടക്കുകളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അവസാനം 1753 മാവേലിക്കര ഉടമ്പടിയോടുകൂടി ഡച്ചുകാർ പറഞ്ഞു, ഓക്കെ, ഞങ്ങളിനി നിങ്ങളുടെ കാര്യത്തിൽ തലയിടില്ല. അതോടെ കേരളത്തിലെ ഏറ്റവും വലിയ വിദേശശക്തിയുടെ ഭീഷണി എന്നേക്കുമായി അവസാനിച്ചു. അപ്പോ അകത്തെ ശത്രുക്കളില്ല, പുറത്തെ ശത്രുക്കളുമില്ല. ഇനി മുന്നോട്ട് മാത്രം. മാർത്താണ്ഡവർമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള സമയമായി. ചിതറിക്കിടക്കുന്ന നാട്ടുരാജ്യങ്ങളെ ഒന്നൊന്നായി ചേർത്ത് ഒരു വലിയ തിരുവിതാംകൂർ സാമ്രാജ്യം പടുത്തുയർത്തുക. അദ്ദേഹത്തിന്റെ ഭരണത്തിലെ ഏറ്റവും വലിയ യുദ്ധങ്ങളും പിടിച്ചടക്കലുകളും നടന്നത് ഈ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ഭൂപടമുണ്ടായിരുന്നു. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് കൊച്ചി വരെയുള്ള ഒരൊറ്റ രാജ്യം. അതിനുവേണ്ടി ഓരോ അതിരും ഭദ്രമാക്കി ഓരോ രാജ്യങ്ങളെയായി തന്റെ കൂടെ ചേർത്തു. ഓരോ യുദ്ധം കഴിയുമ്പോഴും തിരുവിതാംകൂറിന്റെ ഭൂപടം വലുതായിക്കൊണ്ടേയിരുന്നു. ഈ സമയത്തെ ഏറ്റവും വലിയ വിജയം 1746 കായംകുളത്തെ പൂർണ്ണമായും തിരുവിതാംകൂറിനോട് ചേർത്തതായിരുന്നു. 1753 ആയപ്പോഴേക്കും അമ്പലപ്പുഴ, ചങ്ങനാശ്ശേരി, മീനച്ചിൽ ഈ പ്രദേശങ്ങളെല്ലാം കീഴടക്കി. അവസാനം 1755 വടക്കുന്നുള്ള ഏറ്റവും വലിയ ഭീഷണിയായിരുന്ന കോഴിക്കോട്ടെ സാമൂതിരിയെ പുറക്കാട്ടുവെച്ച് നടന്ന യുദ്ധത്തിൽ തോൽപ്പിച്ചു. അതോടെ തിരുവിതാംകൂറിന്റെ അതിർത്തികൾ സുരക്ഷിതമായി. അതൊരു സുശക്തമായ ഒറ്റ രാജ്യമായി മാറി. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത മാർത്താണ്ഡവർമ്മയെ നമ്മൾ എങ്ങനെയാണ് ഓർക്കേണ്ടത്? എന്താണ് അദ്ദേഹം കേരള ചരിത്രത്തിന് നൽകിയ യഥാർത്ഥ സംഭാവന? അദ്ദേഹത്തിന്റെ പൈതൃകത്തെ നമുക്ക് 3 പ്രധാന കാര്യങ്ങളായിട്ട് കാണാം.
ഒന്നാമതായി, പതിറ്റാണ്ടുകളായി രാജ്യത്തെ അലട്ടിയിരുന്ന ആഭ്യന്തര കലഹങ്ങൾക്കും ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ ശല്യത്തിനും അദ്ദേഹം ഒരവസാനം കുറിച്ചു. രണ്ടാമതായി, ശക്തരായ ഒരു യൂറോപ്യൻ ശക്തിയെ, ഡച്ചുകാരെ, യുദ്ധത്തിൽ മുട്ടുകുത്തിച്ചു. മൂന്നാമതായി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചെറുതും വലുതുമായ ഒരുപാട് നാട്ടുരാജ്യങ്ങളെ ഒരുമിപ്പിച്ച് തിരുവിതാംകൂർ എന്ന ഒരൊറ്റ ശക്തമായ രാജ്യമാക്കി മാറ്റി. ചുരുക്കി പറഞ്ഞാൽ, ചിതറിക്കിടന്ന ഒരു നാടിനെ അദ്ദേഹം ഒന്നിപ്പിച്ചു, വിദേശ ശക്തിയെ തോൽപ്പിച്ചു. ഇന്ന് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്ന തിരുവിതാംകൂറിന് അടിത്തറയിട്ടു. അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ കേരളത്തിന്റെ ചരിത്രം പോലും മറ്റൊന്നാകുമായിരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാം, അല്ലേ? അടുത്ത തവണ മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി.